നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളോ അതോ ഇന്ദിരായും ഡൽഹിയിലെ അടച്ചിട്ട മുറികളോ? ഇതാണ് ഇന്ന് കോൺഗ്രസിനെ കുലുക്കുന്ന ചോദ്യമാകുന്നത്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ജനങ്ങളുടെ മുന്നിൽ പോരാടി വോട്ട് നേടിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെയും ജനവിധിയുടെ ചൂടറിയാതെയും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയുടെ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് എന്ത് രാഷ്ട്രീയ നീതിയാണെന്ന ചോദ്യമുയരുന്നു. ഇന്ദിരാഭവനിൽ എം.എൽ.എമാരെ തലയെണ്ണി കൈ പൊക്കിപ്പിച്ചാൽ അത് ജനാധിപത്യമാകുമോ? സീറ്റും പണവും നൽകി സ്വാധീനമുറപ്പിച്ച് നേതൃപദവി പിടിച്ചെടുക്കുന്നത് ജനവിധിയോടുള്ള വെല്ലുവിളി. ഹൈക്കമാൻഡിന്റെ കണക്കുകൾക്ക് പുറത്തും ഒരു കേരളമുണ്ട്. അവിടെ ജനവികാരം തിളയ്ക്കുകയാണ്. മുഖ്യമന്ത്രി കസേര ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണോ അതോ ഡൽഹി ലോബിയുടെ സമ്മാനമോ? കേരളം ഉറ്റുനോക്കുകയാണ്. കോൺഗ്രസ് ജനവിധിയെ മാനിക്കുമോ അതോ വീണ്ടും ഹൈക്കമാൻഡ് രാഷ്ട്രീയത്തിന് മുന്നിൽ തല കുനിക്കുമോ? ഇന്ദിരാഭവനിൽ തലയെണ്ണിയപ്പോൾ ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ മുന്നിൽ കെ.സിക്ക് തലപ്പൊക്കം കിട്ടിയെങ്കിലും ജനവികാരം തിരിച്ചറിയില്ലേ ഹൈക്കമാൻഡ്? തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ഇന്ന് നിയമസഭാ കക്ഷി അംഗങ്ങളുടെ കണക്കെടുപ്പായിരുന്നു. എം.എൽ.എമാർ ആർക്കൊക്കെ വേണ്ടി പറയുന്നു എന്നതായിരുന്നു. അവരുടെ തലയെണ്ണുകയായിരുന്നു ചെയ്തത്. ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായി മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് എത്തിയത്. ഇവർ ഓരോ എം.എൽ.എമാരെയും കണ്ട് അവരുടെ നിലപാട് തേടി. വി.ഡി. സതീശനെയാണോ രമേശ് ചെന്നിത്തലയെയാണോ കെ.സി. വേണുഗോപാലിനെയാണോ പിന്തുണയ്ക്കുന്നത്? പിന്തുണയ്ക്കാനുള്ള കാരണം എന്താണ്? തലയെണ്ണൽ കഴിഞ്ഞതിനു ശേഷം നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകുന്നു. ഹൈക്കമാൻഡായിരിക്കും തീരുമാനമെടുക്കുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര്? ജനവിധിയിലൂടെ വന്ന വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ ജനവിധിയില്ലാതെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാനൊരുങ്ങുന്ന കെ.സി. വേണുഗോപാലോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഞായറാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ച് അവിടെ വെച്ചുള്ള ചർച്ചയുണ്ടാവും. അതിനുശേഷമായിരിക്കും ഒരു സമവായം ഉണ്ടാകുക. പക്ഷേ ഇതിനിടെയാണ് വി.ഡി. സതീശന് വേണ്ടി അനുയായികൾ തെരുവിലിറങ്ങിയത്. ഇന്ന് വൈകിട്ടായിരുന്നു ഈ രംഗങ്ങൾ കണ്ടത്. പലയിടങ്ങളിലും വി.ഡി. സതീശന് വേണ്ടിയുള്ള പ്രകടനം നടന്നു. ആ ദൃശ്യങ്ങളിലെ വി.ഡി. സതീശന് വേണ്ടി നടന്ന പ്രകടനമാണ് ഈ കണ്ടത്. കഴിഞ്ഞ ദിവസം സതീശൻ കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോഴും വലിയ ആവേശമായിരുന്നു കണ്ടത്. ഇത് കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് നടക്കുന്ന പ്രകടനങ്ങളാണ്. അതിൽ കെ.സി. വേണുഗോപാലിൻ്റെ കട്ടൗട്ടിന് മുന്നിൽ പാലഭിഷേകം നടത്തുന്ന അണികൾ. ഇങ്ങനെ കൗതുകകരമായ കാഴ്ചകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇതേ സമയത്താണ് ഇന്ദിരാഭവനിൽ എന്താണ് കോൺഗ്രസിന്റെ നിയുക്ത എം.എൽ.എമാരുടെ നിലപാട്, ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യത്തിൽ അവിടെ അഭിപ്രായ രൂപീകരണം ഉണ്ടായത്. ഹൈക്കമാൻഡ് നിരീക്ഷകർ എം.എൽ.എമാരിൽ നിന്ന് അഭിപ്രായം തേടിയത്. തലയെണ്ണിയപ്പോൾ കെ.സി. വേണുഗോപാലിനാണ് സ്വാഭാവികമായിട്ടും പിന്തുണ കിട്ടിയത്. പക്ഷേ ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനം എടുക്കുന്നത്. ശ്രീ എൻ. ശ്രീകുമാർ, ശ്രീ എം.എസ്. വേണുഗോപാൽ, ഡോക്ടർ ജി. ഗോപകുമാർ എന്നിവർ ചേരുകയാണ്. ശ്രീ എൻ. ശ്രീകുമാർ, ഇവിടെ രമേശും സതീശനും ഈ ചിത്രത്തിലേക്ക് വരുന്നത് ശരി. പക്ഷേ കെ.സി. വേണുഗോപാലിന് ഈ ഘട്ടത്തിൽ മാറി നിൽക്കാൻ അദ്ദേഹത്തിന് സ്വയം തോന്നുന്നതല്ലേ ഉചിതം? നോക്കൂ ശ്രീ മഞ്ജുഷേ, യു.ഡി.എഫിന്റെ വലിയ ഭൂരിപക്ഷം, അതായത് 102 എം.എൽ.എമാരെ കിട്ടിയ ഭൂരിപക്ഷത്തിന് ശേഷം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺഗ്രസിന്റെ നടപടി ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യത്തെ ഏതാണ്ട് ഘട്ടം അവസാനിച്ച് അതിന് നിരീക്ഷകരായി വന്ന അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഡൽഹിക്ക് തിരിച്ചുപോയി. അപ്പൊ അവരെത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ കണ്ട കേരളത്തിലെ കോൺഗ്രസിനെ അല്ല ഇന്ന് കാണുന്നത്. കാരണം ഇന്നലെ ഞാനൊക്കെ പറഞ്ഞിരുന്നു, തെരുവിലേക്കൊന്നും ആരും ഇറങ്ങിയില്ലല്ലോ,
ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ ഉള്ള അവരുടെ തീരുമാനങ്ങളും പ്രതിഷേധവും അമർഷവും പ്രോത്സാഹനവും ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോ അതല്ല. ഇന്ന് സ്ഥിതി നേരെ മറിച്ചായി. പ്രവർത്തകര് അവർക്ക് ഇഷ്ടമുള്ള നേതാക്കൾക്ക് ജയ് വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, വാർത്താ മാധ്യമങ്ങളാണെങ്കിൽ അവരുടേതായ രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കോൺഗ്രസിന്റെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിപ്പോ വല്ലാതെ കൈവിട്ടു പോയാൽ ബുദ്ധിമുട്ടാവും. അല്ല, ഇത് ഇതിനകം തന്നെ കൈവിട്ട് പക്ഷേ പോയില്ലേ? ഈ 3 നേതാക്കളും പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, പിന്നെ നമുക്ക് ഈ MLA-മാരെയൊക്കെ അറിയാവുന്നതാണ്. പുതിയ ആൾക്കാരാണെങ്കിലും പഴയ ആൾക്കാരും ആണെങ്കിൽ പോലും ആരൊക്കെ ആർക്കൊക്കെ പിന്തുണ നൽകുന്നു എന്ന കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ്. KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം ആളുകളുടെയും ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള ഭൂരിപക്ഷം നിയുക്ത MLA-മാരെന്ന് പറയാമല്ലോ. MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, അതുകൊണ്ട് സാങ്കേതികത്വം മാത്രം. അവരുടെ പിന്തുണ വരുന്നത് KC വേണുഗോപാലിനാണ്. പിന്നെയേ ഉള്ളൂ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും വരുന്നുള്ളൂ. അതിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞിട്ടേ VD സതീശനുള്ളൂ. നമുക്കും ആ തലയെണ്ണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KCക്കാണ് പിന്തുണ വരുന്നത്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായമാണ് കേൾക്കുന്നതെങ്കിൽ KC മുഖ്യമന്ത്രിയാകണം. പക്ഷേ കേരളം അത് ആഗ്രഹിക്കുന്നില്ല, പൊതുജനം അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസിന് ഉചിതമായിട്ടൊരു നിലപാടെടുക്കാവുന്ന VD-യോ രമേശോ, ഈ 2 പേരിൽ നിന്ന് ഒരാളെ ആക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കൂടുതൽ രൂക്ഷമായി മാറുമെന്ന് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല. ഇന്നത്തെ പ്രകടനമൊന്നും വലിയ കുഴപ്പമുള്ളൊന്നുമല്ല. VD സതീശനെ മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ പ്രകടനം നടത്തുന്നു, വേറൊരു കൂട്ടര് KC വേണുഗോപാലിന്റെ ചിത്രത്തില് പാലഭിഷേകം നടത്തുന്നു. അതൊക്കെ ഒരു രസകരമായിട്ട് അങ്ങനെ കണക്കാക്കാവുന്നതാണ്. പക്ഷെ നാളെ ഇതിനൊരു മാറ്റം ചിലപ്പോൾ വരുന്നത് ഞാൻ പറയാൻ കാരണം, പല പേരുകൾ വന്ന സ്ഥിതിക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രകടനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. അതൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്കാര്യത്തിലുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് അവിടെ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒന്നത്തെ തലയെണ്ണലൊന്നും അവിടെ നടന്നിട്ടില്ല ശ്രീ മഞ്ജുഷ. അവിടെ കോൺഗ്രസിന്റെ ഒരു വളരെ എത്ര വർഷങ്ങളായിട്ടുള്ള കീഴ്വഴക്കമാണ് MLA-മാരുടെ അഭിപ്രായം തേടുക എന്നുള്ളതാണ്, തലയെണ്ണലല്ല. MLA-മാർ എന്താണ് അഭിപ്രായം പറഞ്ഞതെന്നുള്ള ആർക്കും അറിയില്ല. മാത്രമല്ല 63 MLA-മാർ അവിടെ പോയിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതിൽ ഇത്ര പേര് KC-ക്കൊപ്പം, ഇത്ര പേര് VD-ക്കൊപ്പം, ഇത്ര പേര് രമേശനൊക്കെ ഉള്ള നമ്മൾ കണക്കാക്കി എടുക്കുകയാണ്. അത് ചെറിയ തെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നുണ്ടാവും. ചിലർ നമ്മൾ പ്രതീക്ഷിക്കുന്നു അവർ KC-ക്കായിരിക്കും പിന്തുണ കൊടുക്കുന്നത്, പക്ഷെ ചിലപ്പോൾ അവർ VD-ക്കായിരിക്കും, അങ്ങനെ ചിലപ്പോൾ രമേശിനായിരിക്കും, അങ്ങനെ വരാം. പക്ഷെ വലിയ വ്യത്യാസം അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതാണ്ട് 50-നടുത്ത് പേർ KC-യോട് അനുകൂലിച്ച് നിൽക്കുന്നവരാണ്. അതിന് കാരണവുമുണ്ട്. പലർക്കും സീറ്റ് കിട്ടിയത് KC-യുടെ ഇടപെടലിലാണ്. പക്ഷെ അതിനേക്കാൾ വലുത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പണമിറക്കിയല്ലോ, അത് KC-ആണ്. അപ്പോൾ അവർക്കത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരിൽ തന്നെ പലർക്കും, ഞാൻ പലരുമായിട്ടും സംസാരിച്ചതാണ്, പേഴ്സണൽ ബന്ധങ്ങളുള്ളതാണല്ലോ ഇവരോടൊക്കെ. പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിയാണ് KC പണം തന്നു, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം എത്തിച്ചു തന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ മര്യാദയല്ല അത്. കാരണം പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് KC മുഖ്യമന്ത്രിയായി വരണമെന്നല്ല. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ടാവും, കാരണം അവരെ സഹായിച്ചത് KC-ആണ്, അതുകൊണ്ട് മാത്രം. കാരണം ഇത് ആരുടെ പേര് പറഞ്ഞാലും എത്ര രഹസ്യമായിട്ട് പറഞ്ഞാലും അത് കോൺഗ്രസ് വൃത്തങ്ങൾക്കിടയിൽ പിന്നീട് പാട്ടാകും. അത് ഓരോരുത്തർക്കും അറിയുകയും ചെയ്യാം. അത്ര രഹസ്യമായിട്ട് ഇത് പറയാനും പറ്റുകയില്ല. കാരണം 2 നിരീക്ഷകരുടെ മുന്നിലേക്കാണല്ലോ ഇത് പറയേണ്ടത് എന്തായാലും. അല്ലല്ല, ഇതൊക്കെ നമ്മളുടെ ഊഹാപോഹങ്ങളാണ്. ഈ MLA-മാർ അവിടെ പോയിട്ട് എന്താ പറഞ്ഞത് ആർക്കറിയാം? ഇപ്പൊ VD സതീശൻ ആരുടെ പേരാ പറഞ്ഞിട്ടുണ്ടാവും നമുക്കറിയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലോ? അതുപോലെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലോ? ഇതൊന്നും നമ്മൾ ഗണിക്കുന്ന പോലൊന്നും നടക്കണമെന്നില്ല രാഷ്ട്രീയത്തിലെ തീരുമാനങ്ങൾ പെട്ടെന്ന് ഒരു ഫോൺ വിളിയുടെ, ഒരു മൊബൈൽ ഫോൺ സംവിധാനമുള്ള കാലത്ത് പഴയ പോലൊന്നും ലാൻഡ് ഫോണിലെ ഹോട്ട് കാൾ ബുക്ക് ബുക്ക് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ലൈറ്റ്നിങ് കാളൊന്നും ബുക്ക് ചെയ്യണ്ടല്ലോ. കൃത്യമായിട്ട് കാര്യങ്ങൾ അപ്പോൾ തന്നെ അറിയാം. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കഴിയും. കാരണം 2021 പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പിലെ നമുക്കുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ചുള്ള ഒരു സൗഹാർദ്ദ രാഷ്ട്രീയമൊക്കെ അതിന്റെ പിന്നിലുണ്ട്. അതും ഒക്കെ കണക്കാക്കണം നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ എന്താ വെച്ചാൽ ഈ 3 പേരാണ് സ്ഥാനാർത്ഥികൾ നമ്മൾ പരിഗണിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുകയാണ്. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും MLA അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയോ? ഇല്ലല്ലോ. അപ്പൊ അതൊന്നും വിഷയമുള്ള കാര്യം, എന്തെങ്കിലും നടക്കട്ടെ. പക്ഷെ കോൺഗ്രസിന്റെ ആ നടപടിക്രമത്തിലെ ആദ്യത്തെ ഘട്ടം ഇന്ന് അവസാനിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു. അതിന് അവസാനിച്ച ശേഷം നാളെ ഒരു ഡൽഹി പോയിട്ട് കോൺഗ്രസ് അധ്യക്ഷനോടും അതുപോലെ കേരളത്തിലെ MP ആയ പ്രിയങ്ക ഗാന്ധിയോടും അതുപോലെ കേരളത്തിലെ മുൻ MP ആയിരുന്ന കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയോടും ഒപ്പം തന്നെ ശ്രീമതി സോണിയാഗാന്ധിയോട് ഇക്കാര്യം സംസാരിക്കും. അതിനുശേഷം ഒരു തീരുമാനം എത്രയും പെട്ടെന്ന്, ഇന്നിപ്പോ വെള്ളിയാഴ്ചയായി, മറ്റന്നാളേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കും അവര്.
കാരണം തീരുമാനം ഉണ്ടാക്കാന്ന് വെച്ചാൽ 4-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. ഇന്ന് 6-ാം തീയതി ആയിട്ടുള്ളൂ കേട്ടോ. 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസം ഇത്ര വലിയ കാലയളവൊന്നുമല്ല. അതുകൊണ്ട് അതൊരു വിഷയമുള്ള കാര്യമില്ല. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോലും പറ്റാത്തൊരു കാലമാണിത് CPM-ന്. അപ്പൊ അതൊരു വിഷയമുള്ള കാര്യമല്ല. 2 ദിവസം കൊണ്ടൊക്കെ അല്ല, അത് ഒരു മുഖ്യമന്ത്രിയെ സമയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പലരും അവകാശപ്പെട്ടത് 2 മണിക്കൂറിനുള്ളിൽ, ഒറ്റ ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടതും വീമ്പടിച്ചതുമാണ്. അതൊന്നും ഇവിടെ കണ്ടില്ല. അതുകൊണ്ട് ആ ചോദ്യവും ഉയരും. ഡോക്ടർ ജി ഗോപകുമാർ, കോൺഗ്രസിൽ സംഭവിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മോശമുണ്ടാക്കുന്ന ഒരു കാര്യമാണോ, ജനവിധിയെ മാനിക്കാത്ത ഒരു കാര്യമാണോ നടക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള സംഘടന മുൻപുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ ഇത് കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നു, വളരെ പെട്ടെന്ന് എത്തുന്നു. ആ നിലയ്ക്ക് അതുണ്ടാക്കുന്ന വിമർശനം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. വളരെയധികം പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഗവൺമെൻറ് പുത്തിരിയിൽ തന്നെ കല്ലുകടിക്കുന്ന രീതിയിൽ എത്തരുത്. ഇത്തരം കാര്യങ്ങൾ താമസമില്ലാതെ തന്നെ അഭിപ്രായം സമന്വയം കൊണ്ടുവന്ന് ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ചർച്ച കൂടുതൽ മുന്നോട്ട് പോവുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നേതാക്കന്മാരോ ഗ്രൂപ്പുകാരോ ഒക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് കൈവിട്ട കളിയാവും. ഇപ്പോൾ തന്നെ മാത്യു കുഴൽനാടനും മുസ്ലിം ലീഗുമായിട്ട്, ലീഗ് നേതാക്കന്മാരുമായിട്ടൊക്കെ അഭിപ്രായ സംഘടന വന്നു കഴിഞ്ഞു ഈ കാര്യത്തിൽ. കാരണം മുസ്ലിം ലീഗ് അതിൻ്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്ന് കുഴൽനാടൻ്റെ ഒരു അപായ സൂചന നൽകിയപ്പോൾ അതിന് മറുപടിയായി കുഴൽനാടനെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള ബാനറുകളും മറ്റും പേരാമ്പ്രയിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം കുറ്റ്യാടിയിലുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നത് ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ആകാം, പക്ഷെ അത് കഴിയുന്നതും പാർട്ടിക്കുള്ളിൽ ഇല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ നടത്തുന്നതാണ് അഭികാമ്യം. പ്രത്യേകിച്ചൊരു ഗവൺമെൻറ് വളരെ ആസ്പിറേഷണലായിട്ട് അധികാരത്തിൽ വന്ന് മാസീവായിട്ടൊരു മാൻഡേറ്റ് കിട്ടുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒതുക്കി നിർത്തി സംസാരിച്ച് തീരുമാനിച്ച് കൊണ്ടുപോകണം. നീണ്ടു പോയാൽ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 3 ദിവസമായി, നീണ്ടു പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിക്കും. മാത്രമല്ല, ഗ്രൂപ്പ് സമവാക്യങ്ങൾ പഴയതെല്ലാം അസ്തമിച്ചതിന് ശേഷം ഇത് പുതിയൊരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് വഴിതെളിയിക്കുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങളല്ല കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരുന്നത്. രാവിലെ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. വി ഡി സതീശനെ അറിയാവുന്നവർക്ക് അത് തെറ്റാണെന്ന് പറയുവാനും കഴിയില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവാം. എനിക്ക് ഉറപ്പില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പറയാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അത്രയേ ഉള്ളൂ. ഡോക്ടർ ജി ഗോപകുമാർ. അതെ, എന്തായാലും ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ, കാരണം അദ്ദേഹത്തെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ടീം UDF എന്നുള്ള സങ്കല്പം തന്നെ കൊണ്ടുവന്നത് VD സതീശനാണ്. അപ്പോൾ അത് അദ്ദേഹം തന്നെ നയിച്ച ഒരു പ്രസ്ഥാനം വളരെ പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വരുമോ, അതോ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനമെടുക്കുമോ, അല്ല ഇതല്ല കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളൊരു നിലയിലൊരു ചർച്ച പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന 2 പേരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അവസരം കിട്ടുമോ? ഇതെല്ലാം ഒരുപാട് വിഴുപ്പായി മാറരുത്. ഈ ചർച്ചകൾ ജനാധിപത്യത്തിൽ അത്യാവശ്യമാണ് വളരെയധികം. പിന്നെ ജനപിന്തുണയൊക്കെ പരിഗണിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു വൈബ്രൻറ്റ് മൂഡ് അത് വളരെയധികം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ VD സതീശൻ മുഖ്യമന്ത്രിയായി വരാനാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ആശയങ്ങൾ, അദ്ദേഹം എടുത്ത നിലപാടുകൾ, 100 സീറ്റ് 100 കവിയുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം, ടീം UDF എന്നുള്ള സങ്കല്പം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. ഇത് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരെ ഇകഴ്ത്താനല്ല ഈ പറയുന്നത്, മറ്റുള്ളവരും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം പ്രാധാന്യം കിട്ടിയതിന് ശേഷം അത്തരമൊരു നേതാവ് മാറി നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വളരെ അശുഭകരമായ ഒരു തുടക്കമായി പോകും. അങ്ങനെ ഇപ്പോൾ മൂന്നാമതൊരാളെ മുകളിൽ നിന്ന് ഇറക്കേണ്ട ഒരു കാര്യം എന്തായാലും കേരളത്തിൽ ഇല്ലല്ലോ. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ലാത്തതാണല്ലോ. പക്ഷേ KCയുടെ പേരിന് മുൻഗണന കിട്ടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാസ്തവത്തിൽ ഒരു അത്യാവശ്യവും ഒന്നും കാണുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തത്, കാരണം ഒരു രാജ്യത്തിൻ്റെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ 5 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ, പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ
ഹൈക്കമാൻഡിലിരിക്കുന്ന ഒരാൾക്ക് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് വന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് നിന്ന് അത് ജയിച്ച് മറ്റൊരു ലോക്സഭാ സീറ്റ് ഒഴിവായി അവിടെ മറ്റൊരു മത്സരം കാഴ്ചവെച്ച് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരിച്ചടിയൊക്കെ ഉണ്ടാകുമെങ്കിലുള്ള പ്രശ്നം. മാത്രമല്ല അകത്ത് ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ടല്ലോ, MLA മാരായ ആൾക്കാർ വേറെയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാത്രമല്ല ഇതൊക്കെ തുടക്കത്തിൽ സുധാകരൻ ബഹളം കാണിച്ച് കേരള ഹൗസിൽ പ്രതിഷേധിച്ച് നിന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 5 ദിവസത്തോളം ഹൈക്കമാൻഡിനെ വെട്ടിലാക്കിയൊരു പശ്ചാത്തലവും ടിക്കറ്റ് കൊടുക്കുന്ന പശ്ചാത്തലത്തിലുണ്ടായി. അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റൂ. അന്ന് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എന്താണ്? MP മാരാരും മത്സരിക്കേണ്ട. അപ്പോൾ MP മാരാരും മത്സരിക്കേണ്ടെങ്കിൽ വാസ്തവത്തിൽ KCക്കും അതിന് വലിയ സ്പേസ് ഇല്ല. അത് ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ വലിയ കാര്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനമാണ്. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ തന്നെ ആസ്പിറേഷണലായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ വളരെ തിരക്കുള്ള മറ്റ് ചുമതലകളുണ്ട്. ആ ചുമതലകളിൽ തന്നെ ഒരുപാട് സംഭാവന ചെയ്യാനും ആ നിലയ്ക്കുള്ള രാഷ്ട്രീയത്തിൽ രാജ്യമൊട്ടുക്ക് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഒരു കുടുംബത്തിലെ 3 പേര് കഴിഞ്ഞാൽ അടുത്ത ആൾ അദ്ദേഹമാണ്. ആ സ്ഥാനം തന്നെ അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ. നാളെ കോൺഗ്രസിനൊരു ദേശീയ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, കേന്ദ്രത്തിലൊരു ഭരണം കിട്ടിയാൽ ഒരുപക്ഷേ ഇന്ന് അമിത്ഷായുടെ സ്റ്റാറ്റസിലേക്ക് വരേണ്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് ഈ ഒരു ചെറിയ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി. പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി കസേരയാണ്. അതങ്ങനെ എളുപ്പത്തിൽ വിട്ടുകളയുവാൻ എന്തായാലും KC വേണുഗോപാൽ തയ്യാറാകുമോ? ഡോക്ടർ ജി ഗോപകുമാർ, ഇന്ന് ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് കേട്ട 2 ബൈറ്റുകൾ, അത് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. ഒന്നാമത്തേത് മാത്യു കുഴൽനാടൻ്റേത്, പിന്നെയുള്ളത് K സുധാകരൻ്റേതാണ്. ഈ 2 പേരുടെയും സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കരുത് എന്നുള്ള കാര്യമാണ്. അവിടെ KCക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നവരെയാണ് കണ്ടത്. മാത്യു കുഴൽനാടൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ സുധാകരനും VD വരരുത് എന്ന് താല്പര്യപ്പെടുന്ന ആളാണ്. ഈ 2 ബൈറ്റുകളും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. മുസ്ലിം ലീഗിനെ പോലും കുറ്റം പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ്റെ സംസാരം. അതൊന്ന് കേൾക്കാം. ഞാനും സതീശേനെ കണ്ടു, ഞാനും നേതാക്കന്മാരെ കണ്ടു, ഞാൻ രമേശിനെ കണ്ടു, ഞാൻ KC വേണം, അതിന്റെ അർത്ഥം പിന്തുണ ഉറപ്പാക്കാനാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ. ഞാൻ ഡൽഹിയിൽ പോയി KC വേണോമാലിനെ കണ്ടത് വരെ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ MLA കാണണ്ടേ? പാർട്ടി തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. അതാണ് സാധാരണഗതി. അല്ലാണ്ട് അതിൻ്റെ വേറെ യാതൊരു സാധാരണഗതിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDFന്റെ നട്ടെല്ലാണ്. എപ്പോഴൊക്കെ UDFനോ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിനോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ആ UDFന്റെ കെട്ടുറപ്പിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിന് എപ്പോഴൊക്കെ മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്നയാളാകണം, RSPയുടെ മന്ത്രി ഇന്നയാളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്നയാളാവുന്നതാണ് നല്ലത്. മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയൂ? Not only VD Satish, there are so many VD Satish in party. Indian National Congress is a lot of leaders, bulk of leaders. Everywhere we have a very good leadership is there. Among them, you suggest like this. That's also in this. നേതാക്കൾ ഓരോരുത്തർക്കും വേണ്ടി ബാറ്റ് ചെയ്യുന്ന കാഴ്ചയല്ലേ ശ്രീ MS വേണുഗോപാൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വേണോ, ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വേണോ, ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വേണോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതും ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്നതും ഏതാണ്ട് ഒരുപോലെ വരുന്നു എന്ന് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നു. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആണോ വരേണ്ടത് എന്നുള്ള ചോദ്യം വീണ്ടും അവിടെ നിൽക്കുന്നു. ഇതെല്ലാം വരുത്തി വെച്ചത് ഹൈക്കമാൻഡിൻ്റെ ലോ കമാൻഡുകൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗോകുമാർ സാർ പറഞ്ഞു ഇവിടെ ശ്രീ സുധാകരൻ മുമ്പ് ബഹളം ഉണ്ടാക്കുന്നത്. സുധാകരൻ ബഹളം ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്താണ്? സുധാകരനോട് KPC പ്രസിഡന്റ് സ്ഥാനം മാറിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഹൈക്കമാൻഡാണ് പറഞ്ഞത് നിങ്ങൾക്ക് MP അടുത്ത ഇലക്ഷൻ വരുമ്പം അവിടെ നിന്ന് മത്സരിക്കാനുള്ള അവസരം കൊടുക്കാമെന്ന്. ഇനി 2021 രമേശ് ചെന്നിത്തലയോട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുത്ത് VD സതീശന് കൊടുക്കാൻ പറഞ്ഞപ്പം ഹൈക്കമാൻഡാണ് പറഞ്ഞത് താങ്കൾ വിഷമിക്കേണ്ട, അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ മുഖ്യമന്ത്രിയാക്കുന്നതിനുള്ള കാര്യത്തിൽ പരിഗണിക്കാമെന്ന്. അപ്പോൾ 2 പേർക്ക് 2 ക്ലെയിം കൊടുത്ത് ഇപ്പോൾ ഈ വാദം വെക്കാനായിട്ടുള്ള അവസരം കൊടുത്തതാരാണ്? ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡ് ലോ കമാൻഡായിട്ട് മാറുമ്പോൾ, അതായത് നമ്മൾ കൊച്ചു പിള്ളേർക്ക് വാഗ്ദാനം കൊടുക്കൂലേ, മുട്ടായി വാങ്ങിച്ചു തരാം, PP വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഓരോ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ നേതാക്കൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും യുദ്ധത്തിന് വരും.
ഇതിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ തലയെണ്ണി അല്ല ഇത് ശരിക്കും നിശ്ചയിക്കേണ്ടത്. തലയെണ്ണി നിശ്ചയിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരോടും നിങ്ങൾക്ക് താല്പര്യമുള്ളവരുടെ പേരെഴുതി തരാൻ പറയുക, ഒരു പെട്ടിയിലിടുക. കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ പെട്ടി പൊളിച്ചിട്ട് 3 പേരെയും അല്ലെ എത്ര പേര് വരുന്നോ അവരെ കൂടെ നിർത്തിയിട്ട് ചോദിക്കുക, അതാ നമ്പർ ഇത്രയൊക്കെയാണ്, KCക്ക് കിട്ടിയ ഇത്രയാണ്, VDക്ക് കിട്ടിയ ഇത്രയാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ഇത്ര വോട്ടാണ്, നിങ്ങൾക്ക് ബോധ്യമായല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചെന്ന് പറയാം. അപ്പോൾ അതല്ല ചെയ്തിരിക്കുന്നത്, ഇവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദിച്ചത് ഇപ്പം പിന്നെ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ചോദിച്ചതാണോ ഉത്തരം പറഞ്ഞതാണോ ഇവർ കേട്ടത്, ഇതൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് എണ്ണമെടുക്കൽ തന്നെയാണ്. അത് എണ്ണമെടുക്കൽ തന്നെയാണ്. എണ്ണമെടുക്കാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാവരുടെയും എഴുതി വാങ്ങിക്കുക. ഓരോ പേപ്പർ അങ്ങനെ എഴുതി മേടിക്കുന്ന പതിവും ഉണ്ടല്ലോ, എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്താൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഈ 3 പേർക്കും വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് 3 പേർക്കും മുമ്പിൽ നോക്കുക, ഇതാണ് എവിഡൻസ് എന്ന് പറയാം. ഇനി ഇതിനേക്കാൾ അവരെ പിന്നെ ഹൈക്കമാൻഡിന്റെ റിപ്പോർട്ട് അല്ല, ഈ നിരീക്ഷകരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ 3 നേതാക്കളോടും ഹൈക്കമാൻഡ് സംസാരിക്കും, നിങ്ങളുടെ പിന്തുണയെ പറ്റി സംസാരിക്കും, പിന്നെ ഓരോരുത്തർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സംസാരിക്കും. ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അതുണ്ടാവും, പക്ഷേ അവർക്ക് ബോധ്യം വരണ്ടേ? ഇത് ഹൈക്കമാൻഡ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ആളുകളിൽ ദീപാദാസ് മുൻഷി പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്ന സതീശൻ്റെ വിഭാഗം. അപ്പം അവർക്ക് തന്നെ ബോധ്യമില്ല ഈ അജയ് മാക്കൻ ആരുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ ഉറപ്പില്ലാതെയാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഈ വന്ന ആൾ വോട്ടാണെങ്കിൽ പ്രശ്നമില്ല, എന്നിട്ട് അത് കീറിക്കളയോ കത്തിച്ചളയോ ചെയ്താൽ പോരെ. പിന്നെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് ഈ ഘടകകക്ഷികളോട് ചോദിക്കുന്നതിന്. ഘടകകക്ഷികളോടല്ല ചോദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഘടകകക്ഷികളിൽ നിന്ന് വന്ന ജനപ്രതിനിധികളോടാണ് ചോദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 102 പേര് ഇരുന്ന് വോട്ടിടുകയാണ് വേണ്ടത്. എങ്കിൽ കറക്റ്റായിരിക്കും. ഈ 102 പേരും ചേർന്ന് ഞങ്ങൾക്ക് ആര് വേണമെന്ന് വോട്ടിടുക, എന്നിട്ട് അത് പറഞ്ഞ് സമ്മതിപ്പിക്കുക. അപ്പോൾ ഇതൊന്നും അല്ല സൊല്യൂഷൻ ഉണ്ടാക്കാനല്ല ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ മുഖ്യമന്ത്രി ഉണ്ട്. ആ ഹൈക്കമാൻഡിൻ്റെ മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ മുഖ്യമന്ത്രിയെ വെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ട് നിറക്കുക, കെട്ടിയിറക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് എല്ലാ 2021 പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ നിരീക്ഷകർ വന്നപ്പോൾ MLA-മാരുടെ കുറച്ച് MLA-മാരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂല്ലോ, അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി തലയെണ്ണുവാൻ വന്ന സമയത്ത് ഉമ്മൻചാണ്ടി ചോദിച്ചതാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് ആരാണ് എന്ന്. പക്ഷെ നിരീക്ഷകർ പറഞ്ഞു ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് വന്നിരിക്കുന്നത്. സത്യം. തലയെണ്ണിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മുൻതൂക്കം. ചെന്നിത്തല ഇപ്പോഴും പറയുന്നുണ്ട് എനിക്കായിരുന്നുവല്ലോ അന്ന് MLA-മാരുടെ പിന്തുണ, പക്ഷെ ഞാനല്ലല്ലോ പ്രതിപക്ഷ നേതാവ് ആയത് എന്ന്. പക്ഷെ ഒടുവിൽ ഹൈക്കമാൻഡ് സതീശന് പ്രതിപക്ഷ നേതാവാക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോഴൊരു PP കൊടുത്തു, 26-ൽ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരികയാണെങ്കിൽ താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും ഓരോ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. KCക്ക് കൊടുത്ത വാഗ്ദാനം ആയിരിക്കില്ല, VDക്ക് കൊടുത്തതായിരിക്കില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. ഇതൊക്കെ താൽക്കാലികമായ ലക്ഷ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഹൈക്കമാൻഡ് ലോ കമാൻഡായി പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് VD സതീശൻ വനവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. VD സതീശൻ അറിയാം തൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 102 സീറ്റ് ഉണ്ടാക്കി തരാൻ പ്രവർത്തിച്ചവർ കൂടുതൽ പേര് എൻ്റെ കൂടെയാണെന്ന്. നമ്മൾ ഈ വെസ്റ്റ് മിനിസ്റ്റർ പോളിസി അനുസരിച്ചായാലും പ്രതിപക്ഷ നേതാവ് മിനിസ്റ്റർ CM എന്താ ഷാഡോ അല്ലേ നമ്മൾ പറയുന്നത്, ഷാഡോ CM ആണ് അത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഷാഡോ CM ആയിട്ട് നിൽക്കുകയല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ നയിക്കുന്നു. ആ ഇലക്ഷനിൽ അദ്ദേഹം ഈ 102 സീറ്റുകൾ കൊണ്ടുവരുന്നതിന് പ്രധാനമായി സഹായിച്ചു. ഇവിടെ ഘടകകക്ഷികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഘടകകക്ഷികളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയി അതാണ് അദ്ദേഹം പറയുന്നത്, ടീം ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഞാൻ സഹായിച്ചു എന്നത് കറക്റ്റാണ്. കാരണം ഈ ടീമിനെ ബിൽഡപ്പ് ചെയ്യുന്നതിൽ, ടീമിൻ്റെ മനസ്സ് ഏതാണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്നതിനും, സീറ്റ് ചർച്ചയിലൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനൊക്കെ VD സതീശന് കഴിഞ്ഞിട്ടുള്ളതുപോലെ മറ്റു പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട്. പിന്നെ പണമിറക്കിയതോ അല്ലെങ്കിൽ കൂടുതൽ MLA-മാരെ സ്പോൺസർ ചെയ്ത് ഇറക്കിയതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ഗോകുമാർ സാർ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഇന്ന് KC-യാണ്. അപ്പോൾ ആ KC തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ 28 സംസ്ഥാനങ്ങളുള്ളതിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആകാനായിട്ട് വരുന്നത് ശരിയാണോ എന്നൊരു വലിയ ചോദ്യവും അവിടെ നിലനിൽപ്പുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി ജനങ്ങളുടെ ആഗ്രഹം നമ്മൾ പറയുന്നത്, ജനങ്ങളുടെ ആഗ്രഹത്തേക്കാൾ പ്രധാനം ഇവിടെ എന്താണ്? ഘടകകക്ഷികളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഘടകകക്ഷികളെ MLA-മാരെ വിളിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തറിയാമോ? ഘടകകക്ഷികളുടെ ആഗ്രഹം വ്യത്യസ്തമാണ്. ഘടകകക്ഷി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുടെ ആഗ്രഹമാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുക. കേരള കോൺഗ്രസിൻ്റെ ആഗ്രഹം കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല, സെനഡിൻ്റെയും സഭയുടെയും ആഗ്രഹമായിരിക്കും അവർ പ്രകടിപ്പിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടെന്നേ. പിന്നെ ഇതെല്ലാം ജയിപ്പിച്ചത് ജനങ്ങളാണെന്ന് വെച്ചാൽ ജയിപ്പിച്ചത് ജനങ്ങളല്ല. ജയിപ്പിച്ചത് ഞാൻ മുമ്പും പറഞ്ഞ പോലെ ഒരു 80 സീറ്റിൽ 85 സീറ്റിലെങ്കിലും ജയിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരാണ്, ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പോലും കണ്ടില്ല, വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ പിന്നിൽ നിന്നു, മുന്നിൽ വന്നത് എപ്പോഴാണ്? ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലുള്ള വാർഡുകൾ എണ്ണിയപ്പോഴാണ് അദ്ദേഹം മുന്നിൽ വന്നത്. അതുവരെ അദ്ദേഹം പിന്നിലായിരുന്നു. വി കെ പ്രശാന്ത് പിണറായി വിരുദ്ധതയാണ് കൂടുതലും പ്രകടമായത്. ന്യൂനപക്ഷങ്ങളും അത് കൈയയച്ച് സഹായിച്ചു UDF. ചില സ്ഥലങ്ങളിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നുകൊണ്ട് 102 കിട്ടി, ഇല്ലെങ്കിൽ ഒരു 75-80 കിട്ടുമായിരുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. ശ്രീ N. ശ്രീകുമാർ, ഇന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞ കാര്യം അത് അപക്വമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? അല്ല, മാത്യു കുഴൽനാടൻ പറഞ്ഞെന്ന് വെച്ചാല് അദ്ദേഹം വാർത്താലേഖകർ അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടായിരിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ അത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിം ലീഗ് ഇടപെടണ്ടെന്നല്ലല്ലോ പറഞ്ഞേ. അവരവരുടെ കാര്യത്തിൽ ഞങ്ങൾ ആരും ഇടപെടുന്നില്ല എന്നൊരു ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണത്. അത് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കാന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ കേട്ടതല്ലേ, നമ്മളിപ്പോ മുമ്പിൽ കേട്ടതാണല്ലോ. അതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും കാണുന്നില്ല. കാരണം ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങൾ മറ്റുള്ള കക്ഷികളുടെ കാര്യത്തിൽ ഇടപെടാറില്ലല്ലോ എന്ന് പറഞ്ഞു. അത് വ്യാഖ്യാനം ചെയ്ത രീതി കൊണ്ടുവരാൻ എനിക്കറിയില്ല. എന്തായാലും അതിന്റെ പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. അല്ലാണ്ട് അദ്ദേഹം മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കാര്യത്തിൽ തലയിടണ്ട എന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോ കേട്ടത് വെച്ചിട്ട് അങ്ങനെ വളരെ കൃത്യമാണത്. അത് മാത്രമല്ല, അത് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. ഇവിടെ ശ്രീ മഞ്ജുഷ, ഇവിടെ ശ്രീ വേണുഗോപാലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇതിൽ രണ്ട് തലങ്ങളായിട്ട് നമ്മളിതിനെ കാണണം. ഇന്ന് ഹൈക്കമാൻഡ് വന്നത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനല്ല. ഹൈക്കമാൻഡ് പ്രതികൾ വന്നത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനാണ്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് MLA-മാരെ ഓരോരുത്തരായിട്ട് കണ്ടത്. അങ്ങനെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനല്ല. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. അല്ല, അത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായി മാറുമല്ലോ. അല്ല, ഞാൻ പറയാം. മുഖ്യമന്ത്രി ആവുന്നത്. അല്ല, ഞാൻ പറയട്ടെ. അത് ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് UDF-ന്റെ ആണ് മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ അല്ലല്ലോ. അത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനാണ് MLA-മാര്. അങ്ങനെയാണെങ്കിൽ ലീഗിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അവരും UDF-ന്റെ ഭാഗമാണല്ലോ. അവരുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്, ഘടകകക്ഷിയുടെ അഭിപ്രായവും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കൂ. അതായത് രണ്ട് കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന്, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിന്റെ കാര്യം ചോദിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ വന്നത്. അതിനാണ് അവർ 64-63 MLA-മാരെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിയമസഭാ കക്ഷി നേതാവിന്റെ പേര് പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ അവർ എഴുതി കൊടുക്കാം, അവർക്ക് അഭിപ്രായം പറയാതിരിക്കാം. ഹൈക്കമാൻഡിനെ ഒരു ഒറ്റവരിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ഹൈക്കമാൻഡ് തീരുമാനിക്കാമെന്ന്. ഞാൻ ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുന്നത് അത് അംഗീകരിക്കാമെന്ന് പറഞ്ഞവരുണ്ടാകാം. ഇതൊക്കെ ഉണ്ടാകും. ഇതൊന്നും നമുക്കറിയില്ല. നമ്മളിതൊന്നും അറിയാതെ വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, UDF-ന്റെ ആണ് മുഖ്യമന്ത്രി. അപ്പൊ UDF-ന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, UDF എങ്ങനെയാണ് UDF-ന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഘടകകക്ഷികളെ വിളിച്ചത്. ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു പത്രലേഖകരോട് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചെടുക്കാം, വായിച്ചെടുക്കാതിരിക്കാം. ഈ രണ്ട് പ്രോസസ്സാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത്, 4-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു, 5-ാം തീയതി എല്ലാവരും തലസ്ഥാനത്തെത്തുന്നു, 6-ാം തീയതി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നു, അന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികളെത്തുന്നു, അന്ന് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, അന്ന് തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, അവർ തിരിച്ചു വൈകിട്ട് പോയി. ഇനി നാളെ അവര് അവിടെ കോൺഗ്രസിന്റെ ചില കീഴ്വഴക്കങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യണം. ഇത് ഒരിക്കലും സംശയം ചോദിക്കട്ടെ, നിയമസഭാ കക്ഷി നേതാവ് എന്ന് പറയുമ്പോൾ ജയിച്ചു വരുന്ന ആളുകളിൽ നിന്ന് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ. അവിടെ ഒരു മൂന്നാമത്തെ ഒരാളെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അല്ല, നിയമസഭാ കക്ഷി നേതാവ് എന്ന് പറയുമ്പോൾ അവിടെ നിയമസഭാ കക്ഷിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ആകാം. അതല്ല, ഞങ്ങൾക്ക് വേറൊരാളെയാണ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാവാം. അതൊന്നൊരു വിഷയമല്ല. കോൺഗ്രസിൽ അതൊന്നൊരു വിഷയമില്ല. കാരണം വെച്ചാല് ഒരാൾക്ക് പുറത്തുനിന്നുള്ള ഒരാളെയാണ് നിയമസഭാ കക്ഷിയിലെ ആവശ്യമെന്ന് തോന്നിയാൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ എന്താണുള്ളത്? ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം എന്താണുള്ളത്? തലപ്പൊക്കമുള്ള നേതാക്കൾ ജയിച്ചു വന്നിട്ടുണ്ടല്ലോ. അല്ല, അത് AICC വിവരിക്കുമല്ലോ. കാരണം ഇപ്പൊ ഈ MLA-മാരിൽ നിന്ന് ഒരാളല്ല നിയമസഭാ കക്ഷി നേതാവെങ്കിൽ അത് മറ്റൊരാൾ പുറത്തുനിന്ന് ഒരാളാണെന്നുണ്ടെങ്കിൽ അത് AICC വിവരിക്കും. പാലഭിഷേകത്തിനും അതുപോലെ തന്നെ ഈ ബാനർ വെച്ചുള്ള പ്രകടനത്തിനും ഒക്കെ കാരണം ഇത് തന്നെയാണല്ലോ. ഇങ്ങനെ മൂന്നാമതൊരു ആൾ ആ ചിത്രത്തിലേക്ക് കടന്നു വരുന്നതാണല്ലോ. ആ ആളാകട്ടെ KC വേണുഗോപാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഞാൻ ഈ മത്സരരംഗത്ത് ഇല്ല എന്ന കാര്യം പറയുന്നുമില്ല. അങ്ങനെ വന്നാൽ ഈ കൺഫ്യൂഷൻ മുഴുവൻ ഒഴിവാക്കാം. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു അദ്ദേഹം? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഈ ചർച്ചകളിൽ അതിൽ ഞാൻ താല്പര്യനല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെ, മുഖ്യമന്ത്രി ആകാൻ എനിക്ക് താല്പര്യമില്ല എന്നല്ല.
അദ്ദേഹത്തിന് ഇപ്പോൾ പറയാമല്ലോ, അദ്ദേഹം പറയുന്നില്ല. ഇത്രയും ചർച്ചകൾ മുറുകുമ്പോൾ, അദ്ദേഹത്തിന് വേണ്ടി പാലഭിഷേകം നടക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാം ഇതൊന്നും വേണ്ട, ഞാൻ ഈ ചിത്രത്തിലേ ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് KC-ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഈ നിയമസഭാ കക്ഷിയിൽ പിന്തുണയുള്ളത് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമല്ല, എനിക്കാണ്. പക്ഷേ ഞാനിതിൽ നിന്ന് പിന്മാറുന്നു, കാരണം ഞാൻ ജയിച്ചു വന്ന ഒരാളല്ല, ഇനി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ജനവിധി വന്നത് മറ്റു നേതാക്കൾക്ക് വേണ്ടിയാണ്, അവരാണ്, അല്ലെങ്കിൽ VD സതീശനാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണ്. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ആ ക്ലെയിം അവിടെ കിടക്കുമല്ലോ, നിലവിലെ നിയമസഭാ കക്ഷിയിൽ എനിക്കാണ് പിന്തുണ എന്നുള്ളത്. അത് തെളിയിക്കുവാനുള്ള അദ്ദേഹത്തിന് തന്ത്രമായിട്ടും കണക്കാക്കാം. നമുക്ക് മഞ്ജുഷെ KC വേണുഗോപാല് 2 മാസം മുമ്പ് മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തില് മാതൃഭൂമി അന്നത്തെ ലേഖനം ചോദിച്ചു, താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണോ ചോദിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം, എനിക്ക് വന്ന കഴിഞ്ഞ വർഷത്തിലെ ആദ്യത്തെ മാസങ്ങളിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ AICC ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞൊരാളാണ് KC വേണുഗോപാൽ. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് ഒന്ന് പറയട്ടെ, അതിൽ ഇങ്ങനത്തെ കേരളത്തിലൊരു നിയമസഭാ കക്ഷി വൻ ഭൂരിപക്ഷം നേടുമ്പോൾ കോൺഗ്രസിന്റെ ഒരു താല്പര്യപ്രകാരം, അല്ല ക്ഷമിക്കണം, കോൺഗ്രസിലെ ചില നേതാക്കളുടെ താല്പര്യപ്രകാരം ചില നേതാക്കളൊക്കെ രംഗത്ത് വന്നെന്നിരിക്കും. അത് ചിലർ തുറന്നു പറയാൻ, ചിലർ പറയാതിരിക്കുക, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ, ഇത് മറ്റു പാർട്ടികളില്ലേ? പക്ഷേ ഇത് ജനങ്ങളെ പരിഹസിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെ ഒരു നേതാവ് കടന്നു വന്ന് അദ്ദേഹത്തിന് വേണ്ടി പാലഭിഷേകം നടത്തുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രകടനം നടക്കുന്നു, അദ്ദേഹമാകട്ടെ ഞാനില്ല എന്ന് പറയുന്നുമില്ല. അതേ ഉള്ളൂ, ഈ സമയത്ത് പറയുന്നില്ല. ഡോക്ടർ G. ഗോപകുമാർ, KC വേണുഗോപാൽ അങ്ങനെ ഒരു സന്മനസ് കാണിച്ചിട്ടുള്ള ആളാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഈ മത്സരരംഗത്തെ ഇല്ല എന്നുള്ള ചിത്രം തന്നിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. എനിക്ക് ഈ ചർച്ചകളിലൊന്നും താല്പര്യമില്ല, എനിക്ക് മുഖ്യമന്ത്രി കസേരയിലൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അതൊന്നും അല്ലല്ലോ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നതിനിടയ്ക്ക് ഈ 3 നേതാക്കന്മാരുടെയും അണികൾ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവർ ശക്തമായ രംഗത്ത് വന്ന് മാധ്യമലോകത്തും പൊതുരംഗത്തും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുകയും അത് തീർച്ചയായിട്ടും മാധ്യമങ്ങളെല്ലാം അത് ക്യാരി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് അത് പബ്ലിക്കിലേക്ക് വന്നപ്പോൾ ഞാനില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അതേസമയം ഈ ചർച്ചയിൽ ഈ കോൺട്രവേഴ്സി കൊണ്ടുപോകുന്നതിനോട് അദ്ദേഹം താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഇതിൽ റിയൽ താല്പര്യമുണ്ട് എന്നാണല്ലോ ഇപ്പോൾ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം ഈ രംഗത്തുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇലക്ഷന് മുമ്പും ഈ ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹം രംഗത്തില്ല എന്ന് പറയുന്നതിൽ രംഗത്തുണ്ട്. ഇന്നിപ്പോൾ തെളിഞ്ഞത്, ഇപ്പോൾ മാധ്യമങ്ങൾ കാണിക്കുന്നത് കൂടുതൽ ആൾക്കാർ KCയുടെ കൂടെയാണെന്നാണ്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇത്രയും പവർഫുള്ളായിട്ട് ഹൈക്കമാൻഡിൽ ഇരിക്കുന്ന ഒരാൾ ഇന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെടാത്തൊരു MLA, പ്രത്യേകിച്ച് MP-മാരും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷം ഇങ്ങനൊരു വൈരുദ്ധ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തിനാണ്? അതേസമയം MLA-മാരായ 2 പേർ പ്രധാനമായും രംഗത്തുള്ളത് കൊണ്ട് അവരിൽ ഒരാളെ പരിഗണിക്കുന്നതിന് എന്താ അപകടം? സാമുദായിക ഇക്വേഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ അതും കോൺഫ്ലിക്റ്റ് ഇല്ല. കോൺഗ്രസിനകത്ത് അങ്ങനെയൊക്കെ പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ഈ രംഗത്ത് നിന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പിൻവാങ്ങാം. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പവറിൻ്റെ കാര്യത്തിലും അധികാരത്തിൻ്റെ ഈ ശക്തിയുടെ കാര്യത്തിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ ഒരാൾക്ക് ഒരു നിമിഷം കൊണ്ട് മുഖ്യമന്ത്രിയാകാം, മറ്റെല്ലാവരും അംഗീകരിക്കും. പക്ഷേ ഇത് ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരു ഡിബേറ്റ് കൊണ്ടുവരാനായിട്ട്? ശക്തനായൊരു നിലയിൽ ഇരിക്കുന്ന ഒരാൾ നാളെ രാഹുൽ ഗാന്ധി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ തീർന്നു, ഈ പ്രശ്നം തീർന്നു. പക്ഷേ ഇത്രയും ഒരു വലിയൊരു പാർട്ടിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നിർണായകമായ സംഭാവനകൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുപ്പം നിൽക്കുന്ന ഒരാൾ, അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വലിയ താല്പര്യം പെട്ടെന്ന് വരുന്നത് 28 സംസ്ഥാനങ്ങൾ കയ്യിലുള്ളപ്പോഴാണ്. ഒരു സംസ്ഥാനത്തിലേക്ക് മാറി വന്നാൽ തിരിച്ച് ഈ ഹൈക്കമാൻഡിലേക്ക് അത്ര വേഗം കയറണമെന്നില്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മത്സരിച്ച് മുന്നിൽ വരുന്ന ഒരുപാട് കിങ് മേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു കിങ് മേക്കറുടെ റോളിൽ നിന്ന് ഒരു ചെറിയ സ്റ്റേറ്റിൻ്റെ CM ആവുക എന്നുള്ള ട്രാൻസിഷനിലേക്ക് ഈ മത്സരത്തിലേക്ക് മാറുന്നത് ഒരർത്ഥത്തിൽ വിരോധാഭാസമാണ്. അത് അദ്ദേഹം താല്പര്യമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം താല്പര്യമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, ഇത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു.
പക്ഷേ മറുവശത്ത് ജനങ്ങളുടെ മുമ്പിൽ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ടീം UDF എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന സതീശൻ അദ്ദേഹം തന്നെ വലിയ രീതിയിൽ പ്രചരണത്തിന് മുൻകൈയെടുക്കുകയും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുകയും എന്നാൽ കോൺഗ്രസിനകത്തുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുംപിടുത്തങ്ങളൊന്നും കൊണ്ടുവരാതെ എല്ലാം മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ വിശ്വാസമാർജിച്ച് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ UDFന് ഇത്രയും വലിയ ആത്മവിശ്വാസം നൽകിയത് VD സതീശനാണ്. അതുകൊണ്ടാണ് ജനമനസ്സിൽ അദ്ദേഹത്തിന് ഇത്രയും സ്ഥാനം കിട്ടിയത്. അദ്ദേഹം പ്രവചിച്ചതുപോലെ 100-നപ്പുറം ഒരു സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു നടന്നു. തോറ്റുപോയിട്ടുണ്ടെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. പിന്നീട് അത് പറഞ്ഞു തീർച്ചയായിട്ടും ജയിച്ചാൽ അത് ആ നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത്, ജയിച്ചാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ കാണാം, തോറ്റുപോയാൽ വനവാസത്തിന് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ് ഇലക്ഷനെ മുന്നോട്ട് കൊണ്ടുപോയി നിർണായകമായ ആ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിക്കഴിഞ്ഞ് ഇമേജ് അല്ലെങ്കിൽ ജനപിന്തുണ എന്നുള്ളത് അദ്ദേഹത്തിനാണെന്ന് പൊതുസമൂഹത്തിന് അറിയാവുന്നൊരു പശ്ചാത്തലത്തിൽ ഈ വിവാദം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ പുത്തരിയിൽ കല്ലുകടിച്ചതുപോലെ തന്നെയാണ്. സതീശനെ വെട്ടുവാനുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ KC വേണുഗോപാലിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നു. അദ്ദേഹം മത്സരിച്ചിരുന്നില്ല, അദ്ദേഹം MP ആണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരും. പിന്നെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണത്. അതുകൊണ്ട് പൊതുവികാരവും പൊതുജനവികാരവും കൂടി മാനിക്കേണ്ടതായി വരും. പക്ഷേ അവിടെ KC അല്ലെങ്കിൽ അവിടെ VD സതീശനെ വെട്ടുവാനുള്ള ആ ഒരു മത്സരത്തിൽ KCയും രമേശ് ചെന്നിത്തലയും ഒരു പക്ഷത്ത് നിൽക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല ഒരു ചോയ്സ് ആയിട്ട് വരും. അപ്പോൾ KCയും ഹൈക്കമാൻഡും രമേശിന് അനുകൂലമായിട്ട് വരുന്നു, അവിടെ VD ഔട്ടാകുന്നു. ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കുകയല്ലേ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, അങ്ങനെയും വിമർശകർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയെ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരും, അവിടെ കൊണ്ടങ്ങ് അവസാനിക്കും. ഇത്രയും വിവാദം ഉണ്ടാവില്ല. 3 പേര് മത്സരിക്കുകയും അതിലൊരാൾ MLA അല്ലാതിരിക്കുകയും ചെയ്യുകയും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ വരുന്നതിനേക്കാൾ ബിറ്റ്വീൻ ദ ടു ഹൈക്കമാൻഡ് പറയുന്നത് സതീശൻ അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു UDFലെ എല്ലാവരും അത് അംഗീകരിക്കും. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി എല്ലാം പരിഗണിച്ച് അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 3 പേരും കൂടി മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് സതീശനെ ആണെന്നുള്ളതിന് സംശയമില്ല. വാസ്തവത്തിൽ നമ്മളെ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന സംഭവം ഇടതുപക്ഷത്തിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, EK നയനാർക്ക് മുഖ്യമന്ത്രിയായ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൂടി തൃക്കരിപ്പൂരിൽ നിന്നാണ് 87-ൽ മുഖ്യമന്ത്രിയായി വന്നത്. അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു. അതേപോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ തത്വം അതല്ല. ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടി ഒരു പ്രധാനമന്ത്രിയെ ഫോക്കസ് ചെയ്ത് ഒരു മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്തുള്ളൊരു തെരഞ്ഞെടുപ്പ് മിക്കവാറും സംഭവിക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ റഫറൻഡമായിട്ട് ആ ഇലക്ഷൻ മാറും എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് സതീശന് വേണ്ടുവോളം കവറേജ് കൊടുത്തെങ്കിൽ അതിനോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അത് ഒരു 2 പേരുടെ ആവുമ്പോൾ അതിനകത്ത് വലിയ അപകി തോന്നിയില്ല. പക്ഷേ മൂന്നാമതൊരാൾ പ്രത്യേകിച്ച് ഇലക്ഷൻ നിൽക്കാൻ പാടില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോഴാണ് ഈ വൈരുദ്ധ്യം കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത്. ശരി, ഇപ്പോൾ ഈ ഇന്ദിരാഭവനിൽ ഇന്ന് പകൽ നടന്ന സംഭവങ്ങളിൽ നിയുക്ത MLA-മാരുടെ പ്രതികരണങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. അത് ഹൈക്കമാൻഡിൽ നിന്ന് വന്ന നിരീക്ഷകർക്ക് മുന്നിൽ എന്താണ് തൻ്റെ നിലപാട് എന്നത് പറഞ്ഞതിന് ശേഷമാണ്. തിരുവഞ്ചൂർ പ്രതികരിച്ചു, അതുപോലെ തന്നെ N ശക്തൻ പ്രതികരിക്കുകയുണ്ടായി, K മുരളീധരൻ പ്രതികരിച്ചു. അവരുടെ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ഞാനൊന്നും പറയാൻ പാടില്ല എന്നുള്ളതല്ലേ നമുക്കുള്ള മനസ്സിലെ ചിന്ത. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ബഹുമാനപൂർവ്വം ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ഇത് കഴിയുമ്പോൾ ഡിസ്കഷൻ കഴിയുമ്പോൾ അവരോട് ചോദിച്ചോളൂ. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള ഈ കല്ലുകടി ചർച്ച, ഈ മാരത്തോൺ, അതൊരു ഒരു ബുദ്ധിമുട്ടായില്ലേ? അതല്ല, ഞങ്ങളുടെ ഒരു രീതിയില്ലേ, ആ രീതിയിൽ ഒരു പ്രോസസ്സ് മാത്രമായത്. ആ പ്രോസസ്സ് അങ്ങനെ നടക്കട്ടെ. അത് അവിടെ ചെന്ന് അഭിപ്രായം പറയുന്ന ആളുകൾ അതേമാതിരി വന്ന് പുറത്തു വന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഞാൻ പറയല്ല, ഞാനൊന്നും പറയരുതെന്നാണ്.
അതെ, താങ്കളുടെ അഭിപ്രായം വലിയ വിലമതിക്കുന്നതാണ്. എന്റെ അഭിപ്രായം സീനിയർ ആയതുകൊണ്ട് എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. അല്ല സാറേ, നേരത്തെ ഫേസ്ബുക്കിലൂടെ തന്നെ വീഡിയോ പരസ്യമായി പിന്തുണച്ച രംഗത്ത് വന്നാണ്. ഇതിന്റെ നിലപാട് തന്നെയാണോ മീറ്റിംഗിലോ? അയ്യോ 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 അയ്യോ, പെട്ടെന്നൊരു തീരുമാനം അറിയാൻ കഴിയുമോ നമുക്ക്? എപ്പോഴത്തേക്കൊരു തീരുമാനം? അങ്ങയുടെ അഭിപ്രായം എന്താ? പുതിയൊരാള് രഹസ്യം പറയാൻ പാടില്ല. അറിയില്ല, എനിക്കറിയില്ലാത്ത കാര്യം ചോദിച്ചാൽ പറയാൻ പറ്റുമോ? നിരീക്ഷകരെ കണ്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരിന്നായിരിക്കും മുഖ്യമന്ത്രി അതോ അതെല്ലാം ഞായറാഴ്ച അറിയാം. ഞായറാഴ്ച ഫൈനൽ തീരുമാനമാവും. ഞായറാഴ്ച തീരുമാനം അറിയാവോ? അറിയാൻ പറ്റും. കോൺഗ്രസിന്റെ പുതിയ നിയമസഭാ കക്ഷി യോഗം KPCC ഓഫീസിൽ ചേർന്നു. MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 63 പേരും പങ്കെടുത്തു. AICC നിയോഗിച്ച 2 ഒബ്സർവർമാരും AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഒബ്സർവർമാരെ അജയ് മക്കനും അതുപോലെ തന്നെ മുഗൾ വാസനിക്കും യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗം ഐക്യകണ്ഠേന കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് AICCയുടെ 2 ഒബ്സർവർമാരും ജനറൽ സെക്രട്ടറിയും എല്ലാ MLA-മാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരം മടങ്ങിപ്പോയി, ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. നാളെ ഹൈക്കമാൻഡിന് വിവരങ്ങൾ നൽകുന്നു. ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ലോക്സഭയിലെ ചീഫ് വിപ്പാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോടൊപ്പമാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡിന് എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പമാണെന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോൾ ശ്രീ MS വേണുഗോപാൽ, ഇന്ന് ഇന്ദിരാഭവനിൽ നടന്ന ഈ എക്സസൈസ് തന്നെ ഇതൊരു പ്രഹസനം എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതിയല്ലോ. ഇപ്പോൾ MLA-മാരുടെ അഭിപ്രായം അനുസരിച്ച് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതി ആയിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും തർക്കങ്ങൾ ഉടലെടുക്കും. അതുകൊണ്ടൊരു സമവായത്തിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും ഇതൊരു പ്രഹസനമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ശരിയായ തലയെണ്ണലോ വോട്ടെടുപ്പോ ആണെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചൊരു പെട്ടിയിലിട്ട് കാണിച്ചു കൊടുത്ത് തീർക്കാവുന്നുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ അതല്ല നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ കണ്ടില്ലേ, ഈ ചില പിള്ളേരോട് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം അതോ കൊച്ചച്ഛനെയാണോ എന്ന് ചോദിച്ചാൽ പിള്ളേരെന്ത് പറയും? കൊച്ചിന് വിഷമാവും ഏത് പറയണമെന്ന്. അതുപോലെ ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഇപ്പം സംസാരിച്ചത്. ഈ പ്രതിസന്ധി പല നിഷ്പക്ഷരായ MLA-മാർക്കും ഉണ്ട്. ഇനി പക്ഷം പിടിക്കുന്ന MLA-മാർ അവരുടെ പക്ഷത്ത് ചേർന്ന് തന്നെ പറയും. അപ്പോൾ ഇത് കോൺഗ്രസിൽ ഈ ശൈലി വളരെ പതിവുള്ളതാണ്. ഇതിപ്പോൾ വലിയ ഏറ്റവും ഗുരുതരമായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 2 പേർക്ക് 2 ഓഫറുകൾ കൊടുത്തിരുന്നതാണ് പ്രശ്നം. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു, തിരിച്ച് 26-ൽ അത് തിരിച്ച് കൊടുക്കാവുന്നു. ഇപ്പോൾ VD സംബന്ധിച്ചിടത്തോളം VD സതീശന് ഇത് നയിച്ചുകൊണ്ട് പോയ ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ജനങ്ങളൊരു ക്ലെയിം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നേടുമ്പം സ്വാഭാവികമായും അദ്ദേഹത്തിനെ തഴഞ്ഞാൽ അത് ജനങ്ങൾ ചിന്തിക്കും അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. അത് ഹൈക്കമാൻഡാണെങ്കിൽ പോലും ആ ഹൈക്കമാൻഡിൻ്റെ തോട്ട് ശരിയല്ലല്ലോ എന്ന് തോന്നും. എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡിനുള്ള എളുപ്പ വഴി ഇത് 3 പേരെ അങ്ങ് മാറ്റി നിർത്തിവെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. ആ വനിത പ്രിയങ്ക ഗാന്ധി ആയാൽ ഇവിടുത്തെ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഒക്കെ വലിയ തൃപ്തിയാവും. പിന്നെ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഉപമുഖ്യമന്ത്രിമാരായിട്ടും വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ തൽക്കാലം പോവും. പിന്നെ 29-ൽ അടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് മാറിക്കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവരിൽ ആരെങ്കിലും അന്ന് വെല്ലിങ് ആവുന്നവർ ആവട്ടെ എന്ന് വിചാരിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ തീരും. അതാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും പ്രശ്നമില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായിട്ടും അത് വീണ്ടും കോൺഗ്രസ്സുകാരൻ തന്നെ ജയിക്കും. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയാവാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വനവാസത്തിലേക്ക് പോകുന്ന VD സതീശന് ഇനി പാർലമെന്റിലേക്ക് പോകണമെങ്കിൽ അതിനും ഒരു അവസരം ഉണ്ടാകും. ഇപ്പോൾ ഘടകകക്ഷിയുടെ നേതാക്കളുമായിട്ടും ഹൈക്കമാൻഡ് നിരീക്ഷകർ ചർച്ച നടത്തുകയുണ്ടായി. അതിൽ PJ ജോസഫ് അറിയിച്ച കാര്യം പൊതുവികാരം കണക്കിലെടുക്കണം എന്നാണ്. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിൽ സിറ്റിംഗ് MLA-മാരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് അഭിപ്രായമെന്ന് കേരള കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. CP ജോൺ പറഞ്ഞത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അംഗീകരിക്കും, എത്രയും വേഗത്തിൽ ഈ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ്. മാണി C കാപ്പൻ പാർട്ടിയുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്, കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്.
കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ലീഗിന്റെ അഭിപ്രായം നിരീക്ഷകരെ അറിയിച്ചു, കൂടുതൽ പറയുന്നില്ല, ഇനി കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം സംസാരിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കാം എന്നുള്ളതാണ്. അതെ, ആരുടെയെങ്കിലും പേര് അത് ശരിയാണ്. കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കട്ടെ, അതിനുശേഷം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തലസ്ഥാനത്ത് നൽകിയ സ്വീകരണം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം കേട്ടോ. ഒരു ഉപമുഖ്യമന്ത്രി പദവിയൊക്കെ ഇതിൽ ചർച്ചയിലേക്ക് വരുമോ എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. ആരുടെയെങ്കിലും പേര് പറഞ്ഞോ എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞ കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായ പ്രകടനം. പിന്നെയുള്ളത് ഈ മാത്യു കുഴൽനാടൻ മുസ്ലിം ലീഗിനെതിരെ ഈ അഭിപ്രായം പറഞ്ഞതോടുകൂടി ലീഗുമായി മാത്യു കുഴൽനാടനുള്ള ബന്ധം വഷളായിട്ടുണ്ട്. അത് പ്രാദേശിക തലത്തിലാണ്. മൂവാറ്റുപുഴയിൽ ലീഗ് കുറിച്ച് ശക്തമായ ഒരു സ്ഥലം കൂടിയാണ്. മൂവാറ്റുപുഴ പുന്നമറ്റത്ത്, അതായത് മാത്യു കുഴൽനാടൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത്, അവിടുത്തെ MLA ആണല്ലോ കുഴൽനാടൻ, അവിടെ മാത്യു കുഴൽനാടൻ MLAയുടെ ചിത്രം കത്തിച്ചുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ജിഷാം തങ്ങൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണോ ഇപ്പോൾ? നോക്കൂ ശ്രീ മഞ്ജുഷേ, ഇതൊരു ഗൗരവമുള്ള ചർച്ചയാണ്. പക്ഷെ നമ്മുടെ സുഹൃത്ത് ശ്രീ വേണുഗോപാല് ഇതൊരു പരിഹാസം പോലെ പറയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സാർ, ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു പരിഹാസമാണ് സാർ. ഇത് 102 സീറ്റ് കൊടുത്ത് ഒരു കക്ഷിയെ, ഒരു മുന്നണി അധികാരത്തിൽ എത്തിച്ചിട്ട്, ഞാൻ ഇത്രയും സാർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. എന്നിട്ട് അതിന്റെ ആളെ നിശ്ചയിക്കേണ്ടവർ തമ്മിൽ ഇവിടെ നാടകം കളിക്കുമ്പോൾ ആ നാടകത്തിന് തമാശ അല്ലാതെ എന്ത് പറയാനാണ് സാർ? ഇതല്ലേ ഞാൻ പറഞ്ഞ തമാശല്ല. ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം കൂടുണ്ട്. ഇത് രാഹുൽ ഗാന്ധി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു വനിതയാക്കണമെന്ന്. അപ്പൊ അതിലൊരു വനിത, ഏറ്റവും പറ്റിയ വനിത, ഇവിടുത്തെ ഘടകകക്ഷികൾക്ക് കൂടെ യോജിക്കുന്ന ഒരു വനിത ഇതായിരിക്കും എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ ഇതിനകത്ത് വ്യക്തമായ ഒരു കാര്യമുണ്ട്. അല്ല, ഇതിനകത്ത് സാറ് പറഞ്ഞ പരിഹാസവും അതോടൊപ്പം തന്നെ കാര്യവും ചേർത്ത് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ കാര്യമായിട്ടാണ്. അതായത് ഇത് രാഹുൽ ഗാന്ധിക്ക് പറയാമെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ? രാഹുൽ ഗാന്ധിക്ക് പറയാമെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഒരു മിനിറ്റ്, ഇവിടെ ശ്രീ ഗോപാൽ സാർക്ക് ഇരിപ്പുണ്ടല്ലോ. നമ്മൾ ചർച്ച നടത്തുന്നത് എന്താണ്? കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് രാഹുലിന്റെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും അംഗീകരിക്കണമെന്നില്ല, കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ നിലപാടുകളാണല്ലോ. പക്ഷെ ഇതൊരു പ്രഹസനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ കോൺഗ്രസിന്റെ ഒരു ശൈലി, ഒരു കീഴ്വഴക്കമാണ്. സാർ, അത് ജനങ്ങളുടെ മുമ്പ് ഈ പ്രഹസനം കാണിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് അവസാനം ഞങ്ങൾ ഉത്തരം പറയുന്ന കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡിങ് തീരുമാനം കൊണ്ട് വരട്ടെ, ഞാൻ എന്റെ ഉത്തരവ് അപ്പോൾ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് സാർ ഈ പ്രോസസ്സ്? ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഈ സംസ്ഥാനത്തെ സ്റ്റേൽമേറ്റ് ആക്കി നിർത്തുന്നതാണോ നിങ്ങളുടെ പ്രോസസ്സ്? ഈ സംസ്ഥാനത്ത് ഭരണമില്ലാത്ത അവസ്ഥയാണ് സാർ. ഇവിടെ ഖജനാവ് പൊളിഞ്ഞു കിടക്കുകയാണ്. 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സംസ്ഥാനത്തെ തൃശങ്കുവിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ഹൈക്കമാൻഡിന്റെ പ്രോസസ്സും കളിയും കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത് തമിഴ്നാടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവിടെ ഭൂരിപക്ഷം ഇല്ല. ഇവിടെ 102 സീറ്റ് കൊടുത്ത് ജനങ്ങൾ മടുത്ത് വെറുത്ത് ഒരു നല്ല ഭരണം കൊണ്ടുപോകാ സാറേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് പറയണം? അത് പ്രഹസനമൊന്നല്ല, പിന്നെ എന്താ പറയണ്ടേ? അതിനേക്കാൾ അപ്പോഴും വേറെ വല്ലാണ് പറയേണ്ടത്. അത് സാറ് മനസ്സിലാക്കണം. സാറ് പറഞ്ഞ കാര്യത്തിന് മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മഞ്ജുഷ പറയാമോ? പറഞ്ഞോളൂ ശ്രീ എൻ ശ്രീകുമാർ. അതായത് കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത വികാരം മറ്റുള്ളവർക്കൊന്നും വേണ്ട. ഒന്ന്, UDF അല്ലല്ല, അത് പറയാൻ പറ്റില്ല സാർ. ഞങ്ങളുടെ മുഴുവൻ സർക്കാരാണ്. എന്റെ 5 വർഷത്തെ ഭാവിയാണ് ഞാൻ ആർക്കോട്ട് ചെയ്തെന്നുള്ളതല്ല. എന്റെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ 5 വർഷത്തെ ഭാവിയാണ്. 5 ദിവസമായിട്ടുള്ള ഭരണമില്ല. ഇവിടെ പോസ്റ്ററും ബാനറും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോ ഗ്രൂപ്പ് ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഭൂരിപക്ഷം എന്തിനാ? നിങ്ങൾ ഒരാളെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാ? ഇനി നാട്ടുകാരെ ഇട്ട് നിങ്ങൾ തല്ലിക്കുകയെന്നേ. ഓരോ സ്ഥലത്തും നേരത്തെ ഫ്ലെക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലെക്സുകൾ എടുത്തുകൊണ്ട് ഓരോരുത്തർ ഇറങ്ങിയിരിക്കുക രംഗത്ത്. ഇതെന്താ സാറേ? ഇത് ബംഗാളിൽ നടക്കുന്നതിനേക്കാൾ വലിയ കലാപം ഇവിടെ വരുമെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വരുത്തുന്നത് ഹൈക്കമാൻഡിന്റെ ഒരു തന്ത്രമാണെന്നാണ് സാർ വിചാരിക്കുന്നത്? അങ്ങനെ തല്ലി തീർക്കാമെന്നാണ് സാർ വിചാരിക്കുന്നത്? അപ്പോൾ സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സംസ്ഥാനത്ത് ജനങ്ങൾ 102 സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തമായി നല്ല ഒരു മുഖ്യമന്ത്രി വേണം, നല്ലൊരു ഭരണം വേണമെന്നാണ്. അതിന് കാലതാമസം ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനകത്ത് നാടകം നടക്കുകയും അന്തർനാടകം നടക്കുകയും ചെയ്യുമ്പം എന്നിട്ട് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാതിരിക്കുകയും ആ തീരുമാനം ഹൈക്കമാൻഡ് കൊണ്ടുവരുമ്പോൾ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സാർ? ഇനി ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും ഇവിടെ തീരുമാനം ആകുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? ശരി, അദ്ദേഹം പറയട്ടെ. എൻ ശ്രീകുമാർ പറയട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഇടപെടരുത്. ഇടപെടുന്ന ഞാൻ ഇത് ഓഫാക്കി പോകും. മഞ്ജുഷ, താങ്കൾ വേണുഗോപാൽ പറയുന്നത്
അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ? അല്ല നിങ്ങൾ സാറേ, പറയുന്നത് എന്നെ ജനങ്ങൾ പൊതു- കേൾക്കണം. ഞാൻ അദ്ദേഹം പറയട്ടെ. പറഞ്ഞോണ്ട് പറഞ്ഞോ, അല്ല, ഇല്ലെങ്കിൽ ഞാൻ ശ്രീമ പറയില്ല. പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഒരു കഷ്ടമാണിത്. ഇങ്ങനെ പറഞ്ഞോളൂ, ഇത് താങ്കൾ തോന്നല്ലോ. പറഞ്ഞോളൂ. ഒന്നില്ല, എന്നാ മഞ്ജുഷ അങ്ങനെ പറഞ്ഞോട്ടെ. അല്ലല്ല, ഏകപക്ഷീയം താങ്കൾ പറഞ്ഞോട്ടെ. പറയൂ, താങ്കൾ പറയൂ. താങ്കൾ പറയൂ. അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസിന് ഒരു ശൈലി ഉണ്ടെന്നും ആ ശൈലി ഇന്നതാണെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊരു പ്രഹസനമാണ് എന്നൊരു ചർച്ചയെ പറയുമ്പോൾ അത് മോശമാണ്. കാരണം പ്രഹസനം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ കീഴ്വഴക്കത്തെ ഇല്ലാത്ത കീഴ്വഴക്കത്തെ വീണ്ടും ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് നാടകം കളിക്കുന്നതിനർത്ഥം ഇത് കോൺഗ്രസിന്റെ കീഴ്വഴക്കമാണ്, നടപടിക്രമമാണ് എന്ന് വ്യക്തം. അത് കോൺഗ്രസിന്റെ ഭരണഘടനാ പ്രകാരമുള്ള നടപടിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞുവെന്നും അവർ തിരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്, ഇത് ഇവരാരും വേണ്ട, മൂന്നാമതൊരാൾ വേണ്ട, വനിതയാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഗൗരവം കുറയ്ക്കുകയാണ്. ഇത് 3 പേരെന്തായാലും എല്ലാവരുടെ മുമ്പിലും ഉണ്ടല്ലോ. തർക്കമില്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ, 3 പേരുണ്ട്. ആ 3 പേരിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രതിനിധി വന്നിട്ട് നിങ്ങളിൽ ആരെയാണ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കേണ്ടതെന്ന് MLA മാരോട് ചോദിക്കുമ്പോൾ അത് എങ്ങനെ പ്രഹസനമാകും? അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം, ഈ ചർച്ചയിൽ നിൽക്കുന്ന ശ്രീ ഗോപകുമാറിനും അറിയാം. ശ്രീ വേണുഗോപാലിന് അറിയുമെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിനെ പറച്ചു കേട്ടിട്ട് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ട് തോന്നുന്നു. എന്തായാലും അത് എല്ലാവർക്കും അറിയാം. UDF-ന്റെ ജനപ്രതിനിധികള്, അതുപോലെ തന്നെ UDF-ന്റെ ഘടകകക്ഷി നേതാക്കള്, ഇവരെല്ലാം വന്നിട്ട് അവരുടെ അഭിപ്രായം പറയുന്നു. ഇതെങ്ങനെ നാടകമാകുന്നത്? ഇത് ഇപ്പൊ BJP-യുടെ ഒരു നേതാവിനെ, രാജീവ് ചന്ദ്രശേഖരനെ പെട്ടെന്ന് സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചു. എന്നിട്ട് ആ പ്രസിഡന്റായി നിയമിച്ച ശേഷം അത് നാടകമാണോ? അത് നൂലിൽ നിന്ന് കെട്ടിയിറക്കിയെന്ന് വിമർശിക്കുന്നവരുണ്ട്. പക്ഷെ അത് ആ പാർട്ടിയുടെ പ്രോസസ്സ് അതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന അവരുടെ സമ്മേളനത്തിലാണ്. അത് ആ പാർട്ടിയുടെ നടപടിക്രമമാണ്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ്. അത് നടപടിക്രമമാണ്. അത് നമ്മൾ ചർച്ചയിൽ വന്നിട്ട് നമ്മൾ പ്രഹസനമാണ്, നാടകമാണ്, വേണേ വനിതയാക്കിക്കോട്ടെ, അത് കഴിഞ്ഞാൽ പ്രിയങ്കയാക്കിക്കോട്ടെ, ഇങ്ങനെയാണോ പറയാ? കോൺഗ്രസിന്റെ നിയമസഭാ പ്രോസസ്സാണ്, ആ പ്രോസസ്സിലൂടെയാണ് കടന്നു വരുന്നത്. ഡോക്ടർ G. ഗോപകുമാർ, ആ പ്രോസസ്സിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ ഈ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഈ MLA-മാരിൽ ഭൂരിഭാഗം ആരുടെ പേരാണോ പറയുന്നത് അദ്ദേഹത്തെ ആയിരിക്കും. പക്ഷെ അങ്ങനെയും അല്ലല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രഹസനം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഡോക്ടർ G. ഗോപകുമാർ, താങ്കൾ സമ്മതിക്കുന്നുണ്ടോ ഇക്കാര്യം? ഇത് പ്രഹസനമാണോ അതോ ഇത് ഈ പ്രോസസ്സ് ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ തന്നെ നടക്കണമെന്നാണോ? അല്ല, അത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തും സംഭവിക്കാവുന്ന ഒരു ലിബറൽ ജനാധിപത്യ സ്വഭാവം അതിനകത്തുണ്ട്. BJP-യെ പോലെയോ CPM-നെ പോലെയോ ഒരു കേഡർ പാർട്ടി സംവിധാനം കോൺഗ്രസ്സിന് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ്സിൽ സംഭവിക്കും. ഞാൻ ഈ ചർച്ച നടന്നപ്പോൾ ആലോചിച്ചത് 1971 ഞാനന്ന് വിദ്യാർത്ഥിയാണ്. 1971 അതായത് കോൺഗ്രസ് വൻ പിളർപ്പോടുകൂടി രണ്ടായി പോവുകയും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് വിജയം നേടിയതിന് ശേഷം സെൻട്രൽ ഹാളിൽ, പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ എല്ലാവരും ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ പ്രധാനമായും ഇന്ദിരാഗാന്ധിയെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം ആ തിരഞ്ഞെടുപ്പിൽ അത്രത്തോളം വലിയൊരു വിജയം നേടി, അതിന് ശേഷമുണ്ടായ ജനകീയതയുടെ എല്ലാ കാര്യങ്ങളിലെയും. എന്നിട്ടും അവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ നമുക്കൊരു നോമിനേഷൻ കിട്ടി എന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. അത് ആ നോമിനേഷൻ പ്രസൻറ്റ് ചെയ്ത ആൾ, പിന്താങ്ങുന്ന ആൾ അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ചോദിച്ചത് ഇനി ആരെങ്കിലും നോമിനേഷൻ തരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഹാളിലൊരു വലിയ പൊട്ടിച്ചിരി ഉണ്ടായതായി അന്നത്തെ പത്രങ്ങളിൽ വായിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ കാരണം അന്ന് അൺകണ്ടസ്റ്റഡ് ആണ്. കാരണം ഇന്ദിരാഗാന്ധിയുടെ കരിഷ്മയും പാർട്ടി പിളർന്നതിന് ശേഷം പാർട്ടിയെ സ്വന്തം നേതൃത്വത്തിൽ കൊണ്ടുവന്ന് പിന്നെ ആ പാർട്ടി ഇന്ദിരാഗാന്ധിയുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ അന്നത്തെ 71 സെൻട്രൽ ഹാളിൽ, പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ നടന്ന കാര്യം അന്ന് ആർക്കെങ്കിലും എതിർക്കാനോ മറുവാക്ക് പറയാനോ പറ്റില്ല. കേരളത്തിലെ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല, എപ്പോഴും ഗ്രൂപ്പുകളും ഫാക്ഷൻസും ഉണ്ട്. അത് പലപ്പോഴും ഇത് പത്രങ്ങൾക്കും പൊതുമധ്യത്തിലും വിളമ്പാറുമുണ്ട്. ഇത് ചെയ്യാതിരുന്നാൽ ഈ പ്രശ്നമില്ല, എങ്കിൽ ഈ പ്രഹസനമാണെന്നുള്ള ആക്ഷേപം ഉണ്ടാവുകയില്ല. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഓഫീസിനകത്ത് കൊണ്ട് ഈ ചർച്ചകളൊക്കെ നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പുറത്തേക്ക് പോകുന്നു, അനുദിനം അത് വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും പൊതുമണ്ഡലത്തിൽ വിഴുപ്പലക്കുന്ന രീതിയിൽ വരുമ്പോൾ വിമർശനമുണ്ടാകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കൂടുതൽ വഷളാകാതെ തീരുമാനം എത്രയും വേഗം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീരും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് നീണ്ടുപോയാൽ പുതിയ ഗ്രൂപ്പ് ഫോർമേഷൻ അത് വഴിതെളിയിക്കില്ലേ? ശരിയാണ്, താങ്കളുടെ നിരീക്ഷണം കൃത്യമാണ്. വരും ദിവസങ്ങളിൽ അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം. കാരണം വരും ദിവസങ്ങൾ നിർണായകമാണ്. ഇനി 3 പേർക്കും കിട്ടിയ പിന്തുണ എത്രത്തോളം എന്നുള്ള കാര്യം അതുകൂടി അറിഞ്ഞ് ഈ നേതാക്കൾ മറുതന്ത്രങ്ങൾ പയറ്റാൻ തുടങ്ങിയാൽ അവിടെയാണ് പ്രശ്നം കൂടുതൽ വഷളാവുന്നത്. ശ്രീ MS വേണുഗോപാൽ, താങ്കൾക്ക് ഒരു അവസരം കൂടിയോ?
ഞാനിവിടെ പറഞ്ഞത് കോൺഗ്രസിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കോൺഗ്രസ് ഇവിടെ ഒരു ടീം വന്നു. ആ ടീം ഇവിടുത്തെ ഓരോ MLA-മാരെയും വിളിച്ച് തലയെണ്ണി എന്താണ് അവരുടെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. ആ അഭിപ്രായം ചോദിക്കുമ്പോൾ തന്നെ ശ്രീകുമാർ സാർ പറയുന്നത് അത് ഇതൊരു തലയെണ്ണലല്ല, ഇത് അവരുടെ ഒരു അഭിപ്രായം മാത്രം കേട്ടതാണ്. അഭിപ്രായം മാത്രം കേട്ടതാണെങ്കിൽ എങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് പിന്നത്തെ പ്രശ്നം. അപ്പോൾ ഭൂരിപക്ഷം നോക്കിയല്ലേ തീരുമാനം എടുക്കുന്നത്. ഭൂരിപക്ഷം നോക്കിയല്ല തീരുമാനം എടുക്കുന്നതെങ്കിൽ പിന്നെ അതിനേക്കാൾ കൂടുതൽ പ്രശ്നത്തിലേക്കല്ലേ പോകും. ശരി, അത് ഭൂരിപക്ഷം നോക്കിയല്ല, അത് ചിലപ്പോൾ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഹൈക്കമാൻഡ് ചിലപ്പോൾ മറിച്ചൊരു തീരുമാനം എടുക്കും. ശരി, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ശരി ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാലിന് അർഹതയുണ്ടോ? അർഹതയുണ്ടെന്ന് 14% പ്രേക്ഷകർ, അർഹതയില്ല എന്ന് 83%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.